ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ന്യായാധിപന്മാരുടെ പുസ്തകമാണല്ലോ നമ്മളിപ്പോൾ വായിച്ചു തുടങ്ങിയത്. ഇന്നലെ 1-ാം അധ്യായം നമ്മൾ വായിച്ചു. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ മാലാഖ, ദൈവത്തിൻ്റെ ദൂതൻ ബോക്കീം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുകയും അവരോട് പറയുന്നു, ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ഒരിക്കലും താമസിക്കുകയില്ല. ദൈവം അതനുസരിച്ച് നിങ്ങൾ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ദൈവം പാലിച്ചു, കനാൻ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ കാരണം യഹോവയായ ദൈവം പറഞ്ഞ അനുസരിച്ച് ജാതികളെ പൂർണ്ണമായി നിങ്ങൾ നീക്കം ചെയ്യുകയോ അവരുടെ ബലിപീഠങ്ങളെ നിങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് യഹോവയായ ദൈവം നിങ്ങൾക്കെതിരാകും. നിങ്ങളിപ്പോൾ ആരെ ആരാധിക്കുന്നുവോ ആ ദേവന്മാർ തന്നെ നിങ്ങൾക്കൊരു കെണിയായി തീരും. ജാതികളെ പൂർണ്ണമായി നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയായ ദൈവം നീക്കിക്കളയുകയില്ല. അവർ നിങ്ങൾക്ക് എന്നും ഒരു പ്രശ്നമായി മാറും എന്ന മുന്നറിയിപ്പ് മാലാഖ അവിടെ വെച്ച് കൊടുത്തു. അവിടെ അവർ ഒരു ബലിപീഠമാണ് യഹോവയായ ദൈവത്തെ ആരാധിച്ചു. ആ സ്ഥലത്തിന് ബോക്കീം എന്ന് പേരിട്ടിടുന്നതായി നമ്മൾ കാണുന്നു. ഈ മുന്നറിയിപ്പുണ്ടായപ്പോൾ പെട്ടെന്ന് അവർ യഹോവയെങ്കിലേക്ക് അവർ തിരിയുകയും ബലിപീഠം പണിയുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ വീണ്ടും ആ പഴയ ബിംബാരാധനയിലേക്ക് ജാതികളുടേതായ സ്വാധീനത്തിൽ മടങ്ങിപ്പോകുന്ന സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ടാവുകയാണ്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ജോഷുവയുടെ മരണത്തെക്കുറിച്ച് വായിക്കുന്നു. ഇതിനു മുമ്പ് ജോഷുവയുടെ പുസ്തകം അവസാന അധ്യായത്തിൽ നമ്മളത് വായിച്ചതാണ്. എന്നാൽ അവിടെ പറയുന്ന ഒരു വാക്ക് മാത്രം നമ്മൾ 10-ാം വാക്യം, കർത്താവിൻ്റെ പ്രവർത്തനത്തെ അറിയാത്ത ഒരു തലമുറ അവിടെ ഉണ്ടായി എന്നാണ്. ജോഷുവയ്ക്ക് ശേഷം ആ കാര്യം പറഞ്ഞു കൊടുക്കുവാനോ അതിനാവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കുവാനോ ആളില്ല. അപ്പോൾ ദൈവത്തെ അറിയാത്ത ഒരു തലമുറ അവർക്കിവിടെ ഉണ്ടാവുകയാണ്. ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ മിസ്രയീമിൽ വന്നു എന്ന് പറയുന്നത് പോലെ ജോസഫ് ചെയ്തതായ പ്രവർത്തനങ്ങളെ മറന്നു കളഞ്ഞവനായ ആ ഒരു ഫറവോ വന്ന് ഇസ്രായേൽ ജനത്തെ പിന്നീട് പീഡിപ്പിക്കുകയാണ്. ഇതുപോലെ ദൈവത്താൽ വിളിക്കപ്പെട്ട് നിയമിക്കപ്പെട്ട മോശയും യോശുവയുടെയൊക്കെ കാലശേഷം അതിലൂടെയുള്ള നേതാക്കന്മാർ അവർക്കില്ലാത്തതിനാൽ അവർ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ 11 മുതൽ വാക്യം നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ ജനം ബാലിനെ ആരാധിക്കാൻ പോവുകയാണ്. അത് കൃഷിയുടെ ദേവനാണ്. അവർക്ക് സ്വന്തമായി ദേശം കിട്ടി അവിടെ കൃഷിയൊക്കെ ഇറക്കുമ്പോൾ കനാന്യരെ സംബന്ധിച്ചിടത്തോളം കൃഷിയുടെ ദേവനായി അവർ ആരാധിക്കുന്നത് ബാൽ ദൈവത്തെയാണ്. സൂര്യൻ എക്രോൻ, സൂര്യദൈവത്തെ അവർ ആരാധിക്കുന്നു. കാരണം അതുകൊണ്ടാണ് ഇവിടെ കൃഷിക്ക് ഫലമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത് കൃഷി മെച്ചപ്പെടണമെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കണം. ആ സ്വാധീനത്തിൽ ഇസ്രായേലും ഒക്കെ പെട്ടുപോയിട്ട് അവരും ബാൽ ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായി നമ്മൾ കാണുന്നു. അസേല പ്രതിഷ്ഠകളെ ഉണ്ടാക്കി അതിനെ വന്ദിക്കുകയാണ്. നമ്മൾ വായിക്കുന്നു, ദൈവം അതുകൊണ്ട് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവരവരെ ഈ ഇസ്രായേൽ ജനത്തെ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ജനം വളരെ കഷ്ടത അനുഭവിക്കുകയും അവർ ദൈവസന്നിധിയിൽ അവരെ നിലവിളിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ദൈവം ന്യായാധിപന്മാരെ അവർക്ക് എഴുന്നേൽപ്പിച്ച് ഇത് കൊടുക്കുന്നത്. ദൈവം ന്യായാധിപന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ ചരിത്രം നമ്മൾ പഠിച്ചാലും 2000 വർഷം മുമ്പ് ക്രൈസ്തവ സഭ ആരംഭിക്കുമ്പോൾ അതിന് സജീവമായ നേതൃത്വം കൊടുത്ത് ജീവൻ കൊടുത്ത സഭയെ രക്ഷിച്ച സഭാപിതാക്കന്മാരുണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ സ്നേഹന്മാരും അതിനുശേഷം ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന പിതാക്കന്മാരും സത്യവിശ്വാസത്തെ സ്ഥാപിക്കുകയും അതിനെ സഭയിൽ നിലനിർത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെയൊക്കെ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ധാരാളം നേതാക്കന്മാർ സഭയിൽ ഉണ്ടാകുന്നുണ്ട്.
പക്ഷേ ആദിമ സഭയിലുള്ള പിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളോ അവരുടെ സമർപ്പണമോ അവരുടെ തീക്ഷ്ണതയോ ഒന്നും ഇപ്പോഴുള്ളവർക്കില്ല. അവരവരുടെ കാര്യം സ്വാധീനം ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അവർ സഭയെ ഉപയോഗിക്കുകയാണ്. ആദിമസഭയിൽ പിതാക്കന്മാരെ സഭ ഉപയോഗിച്ചു. ഇന്ന് സഭയെ പിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പതിച്ചു പോയിരിക്കുകയാണ്. വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ടില്ലാത്ത ഒരു നേതൃത്വം സഭയിൽ വന്നു കഴിഞ്ഞാൽ, അത് ഏത് സഭയിലാകട്ടെ, ഏത് സമൂഹത്തിലാകട്ടെ, ഈവൻ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും കാഴ്ചപ്പാടില്ലാത്ത നേതൃത്വമാണ് ഉണ്ടാകുന്നതെങ്കിൽ അധികം നാളതിന് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞ ഒരു കമൻ്റ് എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. ദി എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈസ് ലോസ്റ്റ്, നൗ ചർച്ച് ഈസ് ബ്ലീഡിങ് ടു ഡെത്ത്. ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി രക്തം വാർന്നു മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് സഭകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിന് മുമ്പുണ്ടായിരുന്നേക്കാൾ കൂടുതൽ ആളുകൾ നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നുണ്ട്. അതെന്തിനെന്ന് ചോദിച്ചാൽ, സഭയെ സംരക്ഷിക്കുവാനോ വിശ്വാസം പഠിപ്പിക്കാനോ അല്ല ലക്ഷ്യം. സഭ കൊണ്ട് തങ്ങൾക്ക് എന്ത് നേടാൻ സാധിക്കുമെന്നുള്ള സ്വാർത്ഥ ചിന്തയാൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സഭകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ, പഴയ നിയമസഭയ്ക്ക് വന്നപ്പോൾ ദൈവം ഒരു ന്യായാധിപന്മാരെ ഇടയ്ക്കൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഇനി വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു സഭയുടെ വളർച്ച എന്ന് പറയുന്നത്, സഭയുടെ ശക്തി എന്ന് പറയുന്നത് അതിലെ ആളുകളുടെ എണ്ണമല്ല, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് ആവശ്യം. ആദിമസഭയിൽ അധികം ആളുകളില്ലായിരുന്നു, പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരുന്നു നേതാക്കന്മാർക്കും വിശ്വാസികൾക്കും. ഇന്നത് നഷ്ടപ്പെട്ടു. ക്വാണ്ടിറ്റി ഉണ്ട്, ധാരാളം ആളുകൾ സഭയിലേക്ക് വരുന്നുണ്ടാവാം, പക്ഷേ ക്വാളിറ്റി ഉള്ളവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം, ദൈവമേ, ആ ക്വാളിറ്റി, ആദിമസഭയിലെ പിതാക്കന്മാരുണ്ടായിരുന്ന ആ വിശ്വാസത്തോടുള്ള തീക്ഷ്ണത, അത് ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകാതെ ദൈവത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന, സത്യവിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാകുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ശക്തിയരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.